കോൺഗ്രസിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പിരിവിനിറങ്ങാൻ പിസിസികൾക്ക് മടി. സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ തുറക്കാൻ പോലും പണമില്ലാത്ത നിലയിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതേസമയം ക്രൗഡ് ഫണ്ടിംഗ് വിജയിക്കുമോ എന്ന ആശയക്കുഴപ്പത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പിസിസി നേതൃത്വങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വത്തെ ആശങ്കയറിയിച്ചു. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് പിരിച്ചതിന് പിന്നാലെ വീണ്ടും പണപ്പെരുവിനിറങ്ങാൻ പല സംസ്ഥാന നേതൃത്വങ്ങളും കേന്ദ്ര നേതൃത്വത്തെ വിമുഖത അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ബാധ്യത ആദായനികുതി വിലക്ക് നീക്കിയാൽ പരിഹരിക്കാമെന്ന ഉറപ്പാണ് പിസിസികൾക്ക് എഐസിസി നേതൃത്വം നൽകിയത്. മുൻകാലങ്ങളിൽ ഉണ്ടാകാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വലയ്ക്കുന്നത്. 4 ബാങ്കുകളിലെ 11 അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ലാത്ത സ്ഥിതിയാണ് പാർട്ടി നേതൃത്വം. ചെലവുകൾക്കായി സംസ്ഥാന ഘടകങ്ങൾക്ക് ഇതുവരെ എഐസിസി പണം നൽകിയിട്ടില്ല. ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയോ സംഭാവനകൾ സ്വീകരിച്ചോ പണം കണ്ടെത്താനാണ് പിസിസികളോട് പറഞ്ഞത്. സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളും പണം കണ്ടെത്താൻ ശ്രമം നടത്തണം. പ്രതിസന്ധി തുടർന്നാൽ യാത്രാ ചെലവടക്കം ബാധ്യതയാകും. അതിനാൽ പ്രധാന നേതാക്കൾക്ക് പഴയതുപോലെ സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്താനാകില്ല. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ലെന്ന് നേതാക്കൾ പറയുന്നു. മോദി ഭരണം തുടരുമെന്ന പ്രചാരണം നിലനിൽക്കുമ്പോൾ കോൺഗ്രസിന് സംഭാവന നൽകുന്നവരുടെ എണ്ണവും കുറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയും ഭാരിച്ച ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നതും പ്രതിസന്ധിയാണ്. ആദായനികുതി വകുപ്പിന്റെ നടപടിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോൺഗ്രസിന്റെ ഹർജി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.